ശ്രീമദ് ഭാഗവതം ക്ലാസ് 226 സ്കന്ധം 10 രണ്ടാം ഭാഗത്തിലെ 74 അധ്യായമാണ്. ഇത് രാജസൂയ യജ്ഞവും ശിശുപാലവധവുമാണ്. നമുക്ക് ധർമ്മപുത്രർ രാജസൂയ യജ്ഞം നടത്താൻ പോവുകയാണ്. എപ്പോഴാണത്? രാജസൂയ യജ്ഞം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കീഴടക്കേണ്ട ശേഷം ചെയ്യേണ്ട കർമ്മങ്ങളാണ്. അപ്പം ലോകം രണ്ടായി തീർന്നിട്ടുണ്ട്. കൊളോണിയലിസത്തിന് ശേഷം നമുക്ക് തന്നെ അറിയാം, വാർസ നാറ്റുമായിട്ട് രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ കഥയിലൂടെ പറഞ്ഞു വരുന്നത്. ഇത് കഥയിലൂടെ ചരിത്രം ഇതിങ്ങനെ ആവർത്തിക്കുന്നതാണ്, അതുകൊണ്ട് എഴുതി വെച്ചതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ആവർത്തിക്കുക, ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. ഇപ്പം കൃഷ്ണൻ ഒരു ഭാഗത്ത് യദുവംശം സ്ഥാപിച്ചു, ഇപ്പുറത്ത് ചൂതുകളിയുടെ രാജ്യങ്ങളാണ്. അപ്പം ആ ഭാഗത്ത് വന്നിട്ട് കൃഷ്ണന്റെ രാജ്യത്തിൻ്റെ അതേ ആശയമുള്ള ഒരു രാജ്യം ധർമ്മപുത്രർ സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ വശത്ത് ചൂതുകളിയുടെ ഭാഗത്ത് മറ്റേ മറുവശത്തുള്ള യദുവംശത്തിലെ കൃഷ്ണന്റെ ആശയമുള്ള ഒരു രാജ്യം, നമ്മുടെ ചരിത്രത്തിലും അറിയാം, പല രാജ്യങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ യുധിഷ്ഠിരനൊരു രാജ്യം ഉണ്ടാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു പൊളിഞ്ഞ സ്ഥലമാണ് അവർക്ക് കൊടുത്തത്. പക്ഷേ അവരെ കഴിവുകൊണ്ട് അവർ സുന്ദരമായ ലോകമുണ്ടാക്കി, കൃഷ്ണൻ വിഭാവനം ചെയ്യുന്ന തരത്തിൽ. അപ്പം കൃഷ്ണനും അതിൽ വന്ന് ഇൻവോൾവ് ആവുന്നു, അഭിനന്ദിക്കുകയെല്ലാം ചെയ്യുന്നു. കൃഷ്ണൻ എന്ന് പറയുന്നത് കാലമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ശ്രീസുഖൻ ജരാസന്ധനെ വധിച്ചതിൻ്റെ ശേഷം ജരാസന്ധൻ്റെ വധത്തെപ്പറ്റിയും മറ്റും അറിഞ്ഞ് സന്തുഷ്ടനായ യുധിഷ്ഠിരൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ജരാസന്ധൻ ഇപ്പം എല്ലാവരെയും വധിച്ചിട്ട് ഇതിന് ശേഷം അവസാനം വേണം രാജസൂയ യജ്ഞം നടത്താൻ. അപ്പം അവിടെ ഒരു ജരാസന്ധൻ അവശേഷിച്ചിരുന്നു. അപ്പം അങ്ങേരെയും കൂടി വധിച്ചു. എന്നിട്ടാണ് ഇവിടെ രാജ്യം സ്ഥാപിച്ച് അദ്ദേഹം ഒരു രാജസൂയ യജ്ഞം നടത്താൻ വേണ്ടിയിട്ട്. അപ്പം കൃഷ്ണനോട് പറഞ്ഞു, 3 ലോകത്തിൻ്റെയും ആചാര്യനായ അങ്ങയുടെ ആജ്ഞയെ ഞാൻ ശിരസാ വഹിക്കുന്നു. 3 ലോകത്തിൻ്റെ ആചാര്യനാണ് കാലമാകുന്ന ഈ കൃഷ്ണൻ. കാലമാണ് ഒരു നല്ല സുന്ദരമായ ലോകം വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ ഒരു ലോകം അദ്ദേഹം യദുവംശം എന്ന നിലയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ധർമ്മപുത്രനും പറയുന്നു, അങ്ങയുടെ ആജ്ഞയെ ഞാൻ ശിരസാ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ഥാപിച്ച യദുവംശത്തിൻ്റെ അതേ ശൈലിയിൽ തന്നെയാണ് ഞാൻ രാജ്യത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള സാക്ഷാൽ നാരായണനെ പരാധീനനും പ്രഭുത്വം നടിക്കുന്നവരുമായ ഞങ്ങളുടെ ആജ്ഞയെ, അപ്പം നമ്മൾ പരാധീനം, ഇവിടെ രാജ്യം സ്ഥാപിച്ചൊന്നുമില്ല, ഒരു കഷ്ടിച്ചൊരു രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. പരാധീനതയിലുള്ള അവസ്ഥയിൽ തന്നെയാണ്. പ്രഭുത്വം എല്ലാം നടിക്കുകയാണ് നമ്മൾ. എന്നാലും നമ്മൾ നമ്മളുടേതായ പ്രഭാവം എല്ലാം സ്ഥാപിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? അങ്ങയുടെ ആജ്ഞയെ വഹിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ആജ്ഞയാണ് വഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് അങ്ങും വഹിക്കുകയാണ്. അതായത് അങ്ങെന്താണോ വിഭാവനം ചെയ്യുന്നത് അതാണ് ഞങ്ങളിലൂടെ സ്ഥാപിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങ് ഞങ്ങളുടെ ആജ്ഞയെ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് ഏത് തരത്തിലാണോ ലോകം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്, യദുവംശം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ, മറ്റേ ഭാഗവും മുഴുവൻ ആ തരത്തിലാകണമെന്നാണ് കൃഷ്ണൻ ആഗ്രഹിക്കുന്നത്. അതിനെ ശിരസ വഹിച്ചുകൊണ്ട് ഇവര് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ ആജ്ഞയെ
ഞങ്ങളുടെ ആജ്ഞയെ അങ്ങ് വഹിക്കുന്നു എന്ന് പറയുകയാണ്. കാരണം നമ്മളെ അത് അംഗീകരിക്കുകയാണ്, നമ്മൾ ചെയ്യുന്നതിനെ അങ്ങും അംഗീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് ഏറ്റവും പരിഹാസ്യകരവുമാണ്. അതായത് നമ്മളെ പിന്നാലെ വന്നിട്ട് നമ്മളെ യഥാർത്ഥത്തിൽ ധർമ്മപുത്രൻ ചെയ്യുന്നതും കൃഷ്ണന്റെ വഴിയിൽ പിന്തുടരുകയാണ്. പക്ഷേ കൃഷ്ണൻ ഇവിടെ ധർമ്മപുത്രനിലൂടെയാണ് അത് നടപ്പാക്കുന്നത്. അത് കൃഷ്ണൻ അംഗീകരിക്കുകയാണ്. അത് പരിഹാസ്യകരമാണ്. യഥാർത്ഥത്തിൽ അങ്ങെന്താണോ നമ്മളിലൂടെ അങ്ങ് തന്നെയാണ് നമ്മളിലൂടെ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങതിനെ അംഗീകരിക്കുന്നതെന്ന് പറയുന്നത് പരിഹാസ്യകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങ് എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിരിക്കലും ഏകമായ ബ്രഹ്മസ്വരൂപനായ നിന്തിരുവടിയുടെ തേജസ് അങ്ങനെയാണെങ്കിലും, കാരണം അവിടെ സ്ഥാപിച്ചതാരാണ്? കൃഷ്ണൻ തന്നെയാണ് സ്ഥാപിച്ചത്. പക്ഷെ ഇപ്പുറം ധർമ്മപുത്രനാണ് സ്ഥാപിക്കുന്നത് അങ്ങനെയുള്ള ഒരു രാജ്യം. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ധർമ്മപുത്രർക്കാണ് വരുന്നത്. അത് കൃഷ്ണൻ അംഗീകരിക്കുകയും ചെയ്യുകയാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ടാണ് എന്നിരിക്കലും ഏകമായ ബ്രഹ്മസ്വരൂപമായ നിന്തിരുവടി അങ്ങേ ലോകത്തിലുള്ളൂ. ആകെയുള്ളത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മം തന്നെയാണ് അങ്ങായിട്ട് വന്ന് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങയുടെ തേജസ് സൂര്യനെ പോലെ കർമ്മം കൊണ്ട് വളരില്ല. പക്ഷെ അങ്ങയുടെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ധർമ്മപുത്രർ കാലത്തിനനുസരിച്ച് ചിലപ്പം പൊങ്ങി വന്ന് അദ്ദേഹം ഒരു രാജ്യത്തുണ്ട്, ആ കാലം അനുകൂലമായതുകൊണ്ട്. അപ്പോഴാണ് തേജസ് ഉണ്ടാകുന്നത്. അല്ലാതപ്പം തേജസ് നശിക്കുകയും ചെയ്യും. പക്ഷെ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ആ തേജസ് കാലവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതൊരിക്കലും നശിക്കാനും പോകുന്നില്ല, വളരാനും പോകുന്നില്ല. അത് സ്റ്റഡിയാണ്, വളരുന്നുമില്ല. അപ്പം അങ്ങയുടെ തേജസ് എന്ന് പറയുന്നത് സ്റ്റഡിയാണ്. നമ്മളിതിങ്ങനെ വളർന്നും പോയി ഇരിക്കും. എന്നിട്ട് 5 പറയുന്നത് പശുക്കൾക്കുണ്ടാകുന്നത് പോലെ ഞാനെന്നും, പശുക്കൾക്ക് എന്ത് ചിന്തയാണുള്ളത്? ഞാൻ, എൻ്റേതെന്നും, എൻ്റെ കുട്ടി, പശുവിൻ്റെ കുട്ടി, പശു അങ്ങനെയാണ് ചിന്തിക്കുക. അതുപോലെയാണ് മനുഷ്യരുടെ കാര്യം. നമ്മളെല്ലാം അങ്ങനെയാണെന്ന് പറയുകയാണ്. ഞാനെന്നും എൻ്റേതെന്നും നീ എന്നും നിൻ്റേതെന്നുമുള്ള വികാരത്തിൻ്റെ ഉടമകളായ ദേഹത്തിൻ്റെ ഭേദബുദ്ധി അങ്ങയുടെ ഭക്തർക്കില്ലല്ലോ. അങ്ങയുടെ ഭക്തർക്ക്, അങ്ങയുടെ ഭക്തർ എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിച്ചിട്ട് ബ്രഹ്മമേ ശരണമെന്ന് പോയി വെക്കുന്നവർക്ക് ഭേദഭാവമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? ഭേദഭാവങ്ങൾ ഉണ്ട്. അങ്ങേക്കും ഭേദഭാവമില്ല, പക്ഷെ നമുക്കെന്തുണ്ട്? ഭേദഭാവമുണ്ട്. അതുകൊണ്ടല്ലേ ആ ദുര്യോധനനെല്ലാം വേറെയായിട്ട് കാണുന്നു. അപ്പോൾ അങ്ങയുടെ ഭക്തർക്ക് എന്തില്ല? ഭേദഭാവങ്ങളൊന്നും ഇല്ല. നമുക്കെല്ലാം ദേഹത്തിൽ എന്തുണ്ട്? ഈ ഭേദഭാവങ്ങൾ ഉണ്ട്. ഇനി 6 ശ്രീ ശുകൻ പറയുകയാണ്, യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞ് കൃഷ്ണന്റെ അനുവാദത്താൽ, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കൃഷ്ണന്റെ അനുവാദത്താൽ, കൃഷ്ണൻ അനുവാദം കൊടുത്തപ്പോൾ, അതായത് കാലമനുസരിച്ച്, കാലം തന്നെയാണ് ധർമ്മപുത്രരിലൂടെ ആക്ട് ചെയ്യുന്നത്. അപ്പം കൃഷ്ണന്റെ അനുവാദത്താൽ യാഗം തുടങ്ങുവാനായി വസന്തകാലത്ത് വേദജ്ഞരെയും യോഗ്യതയുള്ള ബ്രാഹ്മണരെയും ഋത്വിക്കുകളായി വരിച്ചു, യജ്ഞം നടത്തുവാനായിക്കൊണ്ട്. അപ്പം ലോകമെല്ലാം എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗം, ഇപ്പുറത്തെ ഭാഗം ലോകം ഉണ്ടായിത്തിരിഞ്ഞുണ്ടാവും. അവിടെയെല്ലാം കീഴടക്കിയിട്ട് അദ്ദേഹം ഒരു സാമ്രാജ്യം സ്ഥാപിച്ചിട്ട് രാജസൂയം നടത്താൻ വേണ്ടിയിട്ട് വേദജ്ഞരെയും, അതായത് ഏതിലൂടെയാണ് യാഗം നടത്താൻ പോകുന്നത്? ഒരു സുന്ദരമായ ലോകം കെട്ടിപ്പടുക്കുക. ഏതിലൂടെ? സയൻസിലൂടെ. അതാണ് വേദജ്ഞരെയും ബ്രാഹ്മണരെയും ഋത്വിക്കുകളായിട്ട് നിർത്തിക്കൊണ്ടാണ് യാഗം ചെയ്യുന്നത്. അതേ ഒരു സുന്ദരമായ ലോകം കൃഷ്ണന്റെ ലോകത്തുള്ളതുപോലെ എല്ലാ ശാസ്ത്രത്തിൻ്റെയും
പിന്തുണയോടുകൂടി അദ്ദേഹം ഒരു വലിയൊരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ആരുടെ കൂടെ? വേദജ്ഞരുടെ. വേദത്തിൽ എന്താണുള്ളത്? പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ശാസ്ത്രങ്ങളും. ആ ശാസ്ത്രത്തിൽ റോക്കറ്റ് ഉണ്ടാക്കേണ്ട കാര്യം അടക്കം ഉണ്ട്. അതിലൂടെ യോഗ്യതയുള്ള ബ്രാഹ്മണരെ, വേദങ്ങളെ അർത്ഥം മനസ്സിലാക്കുന്ന, ശാസ്ത്രീയമായ സയൻസിന്റെ അടിസ്ഥാനത്തിൽ അർത്ഥം മനസ്സിലാവുന്ന ബ്രാഹ്മണരെ ഋത്തിക്കുകളാക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഋത്തിക്കുകളാക്കി വെച്ചിട്ടാണ് യജ്ഞം തുടങ്ങാൻ ആരംഭിച്ചത്. 7, 8, 9 ആരെയെല്ലാം വിളിച്ചത്? വേദവ്യാസനെ, ഭരദ്വജനെ, ഗൗതമനെ, വസിഷ്ഠനെ, ച്യവനനെ, കണ്വനെ, വിശ്വാമിത്രനെ, ജമിനിയെ, പിന്നെ പരാശരനെ, ഗർഗനെ, കശ്യപനെ, അപ്പം ഇതെല്ലാം പരശുരാമനെ, ഇവരെയെല്ലാം മുതലായവ എങ്ങനെയുള്ളവരെ എല്ലാം ഋത്തിക്കുകളായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പം ആരാണ് യജ്ഞം നടത്തുന്നത്? വേദവ്യാസനും മറ്റുള്ള വേദത്തിൽ എഴുതിയ ഋഷികളും. അപ്പം വേദത്തിൽ പറഞ്ഞ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ആധുനിക ശാസ്ത്രജ്ഞന്മാരെ എല്ലാം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, വേദത്തിലാണ് പൂർണ്ണമായ എല്ലാം തികഞ്ഞ സയൻസ് ഉള്ളത്. ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞന്മാരെ മുൻനിർത്തി എന്ന് പറയാൻ വേണ്ടിയാണ് വേദവ്യാസനും വസിഷ്ഠനും വിശ്വാമിത്രനും ഭരദ്വജനും എല്ലാം കൂടിയിട്ട് അവരെ ഋത്തിക്കുകളായിക്കൊണ്ട് ഒരു വലിയ യാഗം, അതായത് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുകയാണ്. ആരുടെ ധർമ്മം? ആരുടെ ധർമ്മപുത്രർ ശ്രമിക്കുന്നത്? അപ്പോൾ ആരെല്ലാമാണ് അതിൽ വന്ന് പങ്കെടുക്കുന്നത്? 10, 11 പറയുകയാണ്. ദ്രോണർ, ഭീഷ്മർ, കൃപാചാര്യർ, ധൃതരാഷ്ട്ര മക്കളോടുകൂടി, ദുര്യോധനാദികളോടുകൂടിയല്ല. കാരണം സ്ഥലം വീതിച്ചിട്ട് പാറസ്ഥലം കൊടുത്തതാണല്ലോ. ഒന്നിനും കൊള്ളാതെ പാണ്ഡവർക്ക് കൊടുത്തു, അവകാശം എന്നും പറഞ്ഞുകൊണ്ട്. ദുര്യോധനാദികൾ അതെല്ലാം കൊടുത്തു എന്നാണ് ഇവർ ഇതിനെ കൊണ്ട് തൊലഞ്ഞു പോകട്ടെ, ആ പാറപ്പുറത്ത് കടന്നിട്ട് വേരും കൊണ്ടിട്ട് നിറയിക്കെട്ട് എന്ന് വെച്ചിട്ടാണ് കൊടുത്തത്. പക്ഷേ അവരവരുടെ കഴിവ് കൊണ്ട്, ശാസ്ത്രജ്ഞാനം കൊണ്ട് അവരങ്ങ് വികസിച്ചു, വലിയൊരു കൊട്ടാരം തീർത്തു കൃഷ്ണന്റെ കാലത്തിൻ്റെ സഹായത്തോടുകൂടി. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വന്നവരാണ് ആരെല്ലാം? ദ്രോണര്, ഭീഷ്മര്, അവരെല്ലാം ഇവരോട് ഇഷ്ടമുള്ളവരാണ്, കൃപാചാര്യരെല്ലാം. പിന്നെ ധൃതരാഷ്ട്രരുടെ മക്കളും ഉണ്ടായിരുന്നു, വിതുരര്, ബുദ്ധിമാന്മാരായ വിതുരരുണ്ട്. ആ യാഗത്തിൽ ആരെല്ലാം പങ്കെടുക്കുന്ന ഇവരിൽ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഇവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അപ്പം ജാതി ചിന്തയൊന്നുമില്ല. ബ്രാഹ്മണര്, ക്ഷത്രിയരും, വൈശ്യര്, ശൂദ്രരും, സകല രാജാക്കന്മാരും അവരുടെ മന്ത്രിമാരും മറ്റു ജനങ്ങളും ക്ഷണിക്കപ്പെട്ട് യാഗം കാണുവാൻ അവിടെ എത്തിയിരുന്നു. അപ്പം എല്ലാ ജനവിഭാഗങ്ങളും അവിടെയുണ്ട്, ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല. അനന്തരം ആ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ, ബുദ്ധിയുള്ള ശാസ്ത്രലോകം, വസിഷ്ഠനും വേദവ്യാസകനും എല്ലാം കൂടിയിട്ടാണ് യാഗം നടത്തുന്നത്. വേദം എഴുതിയവര്, ബുദ്ധി തികഞ്ഞ് അത് മനസ്സിലാക്കിയ ആൾക്കാരാണ് ബ്രാഹ്മണര്. സയൻസ് പൂർണ്ണമായി വേദത്തിലെ സയൻസ് ഉൾക്കൊണ്ടവര് എന്താ ചെയ്യുന്നത്? പൊന്നിൻ കലപ്പ കൊണ്ട് യാഗഭൂമി ഉഴുതുമറിച്ചു. ആദ്യം തന്നെ ഭൂമി ഉഴുതുമറിക്കുകയാണ്, ഭൂമിയെ കറക്കുകയാണ്. ഭൂമിയിൽ കൃഷി ചെയ്തിട്ട് ഉഴുതുമറിക്കുക തന്നെ കൃഷി മാത്രമല്ല, പ്രൊഡക്ഷൻ നടത്തുക, എല്ലാതരം പ്രൊഡക്ഷനും. വേദത്തിൽ എന്തെല്ലാം സയൻസുള്ള? ഇലക്ട്രോൺ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്, റേഡിയോ ഉണ്ടാക്കേണ്ടിയുണ്ട്, TV ഉണ്ടാക്കേണ്ടിയുണ്ട്, റോക്കറ്റ് ഉണ്ടാക്കേണ്ടിയുണ്ട്, വിമാനം ഉണ്ടാക്കേണ്ടി, എല്ലാതരം കൃഷിസ്ഥലങ്ങളും കൃഷിസ്ഥലം പോലെ ഉഴുതുമറച്ച് കൃഷി ചെയ്യുകയാണ്. ഇതാണ് യജ്ഞം. പുതിയൊരു ഭരണം ഉണ്ടാക്കിയതിന് ശേഷം എല്ലാം തികഞ്ഞ ഒരു ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം നടത്തുകയാണ്.
എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് കലപ്പ കൊണ്ട് യാഗഭൂമിയെ ഉഴുതുമറിച്ചു. ശാസ്ത്രവിധിപ്രകാരം രാജാവിനെ യാഗദീക്ഷ ചെയ്യിപ്പിച്ചു. യാഗത്തിന്റെ ദീക്ഷ രാജാവിലൂടെയാണ് ആ യജ്ഞം സംഘടിപ്പിക്കുന്നത്. രാജാവിന് നോക്കിയിരിക്കാനേ പറ്റൂ. പക്ഷെ രാജാവിലൂടെയാണ് ഇങ്ങനെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് യജ്ഞം ആരംഭിക്കുന്നത്. പണ്ട് വരുണന്റെ രാജസൂയ യജ്ഞം പോലെ സ്വർണമയമായിരുന്നു. വരുണൻ എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ ഓർബിറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ആറ്റത്തിന്റെ ഓർബിറ്റുകൾ, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്, അത് കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. ആറ്റങ്ങളുടെ വാലൻസ് ഇലക്ട്രോണിലാണ് എല്ലാ ആറ്റങ്ങളും കൂടാനുള്ള പ്രേരണയുള്ളത്. അങ്ങനെ നൂറുകണക്കിന് ആറ്റങ്ങൾ ഈ ഓർബിറ്റിൽ പലതരത്തിൽ കൂടിച്ചേർന്നിട്ടാണ് വരുണൻ പങ്കെടുത്തിട്ടാണ് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത്. അതേപോലെ ശാസ്ത്രത്തിന്റെ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ യജ്ഞം നടത്തുകയാണ്. എല്ലാതരം വസ്തുക്കൾ ഉണ്ടാക്കാതെയുള്ള മുട്ടുസൂതി തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവരെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അല്ലാതെ സാധനം വാങ്ങിയിട്ട് ലേബർ ഒട്ടിച്ചിട്ട് പൈസ ഉണ്ടാക്കലല്ല. ചിന്തിക്കുക ഭാഗവതം എന്താ പറയുന്നതെന്ന്. നമ്മൾ ഇനി എന്താണ്, നമുക്ക് ഉണ്ടാക്കാനൊന്നും വയ്യ. രാവിലെ ഇറങ്ങിയിട്ട് വല്ലവൻ്റെ സ്ഥലം ഉണ്ടെങ്കിൽ ചെറു പൈസ കടിച്ചു മാറ്റിയിട്ട് റിയൽ എസ്റ്റേറ്റ് ആക്കിയിട്ട് കൊട്ടാരന്മാർ പിന്നെ ഒരു റോഡും വെട്ടി കുറേ പലതായി തിരിച്ച് റോഡുണ്ടാവില്ല ഈ സ്ഥലത്തിന്. പിന്നെ അവർ റോഡ് വെട്ടും. അപ്പം 1000-ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 1,00,000 വിൽക്കാം. ഇങ്ങനെ ചുളു പരിപാടി. ടി വി ഒന്നും ഉണ്ടാക്കണ്ട, കെൽട്രോണോ അപ്ട്രോണോ എല്ലാം അടച്ചു പൊട്ടുക. എന്നിട്ട് പുറത്തുനിന്ന് ടി വി തരം ഒട്ടിച്ചിട്ട് തോന്നുന്ന പൈസ വിൽക്കുക. അമേരിക്കയിൽ നിന്ന് എന്താണ്, ചൈനക്കാർ പറഞ്ഞ എന്താണ്, ചൈനയിൽ നിന്ന് ബ്രാൻഡഡ് സാധനം വാങ്ങിയിട്ട് ചെറിയ പൈസക്ക് വാങ്ങും. എന്നിട്ട് ബ്രാൻഡഡ് എന്നുള്ള ലേബിൾ അടിച്ചിട്ട് വിൽക്കുക. ഇതെല്ലാണ് ചൂതുകളി. പക്ഷെ ഇവിടെ അതല്ല. എല്ലാവരും ഇറങ്ങിക്കൊണ്ട് വേദങ്ങളിലെ സയൻസ് എടുത്തിട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രാദികളായവരെല്ലാം, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, മുനിമാർ, നാഗരാജാക്കന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ, ഗരുഡ ദിവ്യ പക്ഷി മൃഗാദികൾ എല്ലാം എന്നിവരെല്ലാം ആ യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിൽ എത്തിച്ചേർന്നു. എല്ലാവരും. ബ്രഹ്മാവ് എന്ന് പറയുന്നതിനാണ് വരുന്നത്, സൃഷ്ടിയാണത്താൻ. അപ്പം പുതിയ സൃഷ്ടികളാണെന്നുമ്പോൾ ബ്രഹ്മാവല്ലേ അതിൻ്റെ നേതൃത്വം കൊടുക്കുക. അപ്പം ബ്രഹ്മാവുണ്ട്. ശിവനെന്തിനാണ്? ആവശ്യം കഴിഞ്ഞാലും കത്തി മുറിച്ച് കാട്ടാൻ ശിവനും വേണം. ഇന്ദ്രൻ എന്താണ്? എല്ലാ കർമ്മങ്ങൾക്ക് പിന്നിലും പ്രവർത്തിക്കുന്ന ആരാണ്? ഇന്ദ്രനാണ്. അപ്പൊ എല്ലാ ദേവതകളും ഇവരോട് ഒത്തുകൂടിയിട്ട് കർമ്മം ചെയ്യുകയാണ്. അവിടെ റെസിസ്റ്റർ ഉണ്ടാക്കും, കപ്പാസിറ്റർ ഉണ്ടാക്കും, ധാന്യങ്ങൾ ഉണ്ടാക്കുക, എല്ലാതരം ധാന്യങ്ങൾ അധ്വാനിച്ചുണ്ടാക്കും, റോക്കറ്റ് ഉണ്ടാക്കും, വിമാനം ഉണ്ടാക്കും. എല്ലാം വേറെടുത്തുനിന്ന് വാങ്ങിയിട്ടുള്ള പരിപാടിയൊന്നുമില്ല, അവരവരുണ്ടാക്കും. അങ്ങനെയുള്ള ഒരു ഭാവനയിലാണ് ആര് പോകുന്നത്? ധർമ്മപുത്രർ പോയേ ഉള്ളൂ. അതിന് മുമ്പിൽ അടിച്ച് പണി തീർത്തു കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ അത്തരം ഒരു ലക്ഷ്യത്തിലാണ് ധർമ്മപുത്രർ ഇറങ്ങിയത്. പിന്നെ ചൂതുകളിയിലോട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ. പിന്നെ അങ്ങേരും ഈ ചൂതുകളിയിൽപ്പെട്ട്, കാരണം ഇത് ചൂതുകളിയുടെ ലോകമാണ്. കൃഷ്ണൻ്റെത് യാദവ, അവിടെ ചൂതുകളിയൊന്നുമില്ല. ഇപ്പോഴാണ് ചൂതുകളി. ഇവന്മാർക്ക് ഈ ചൂതുകളിയന്മാരുടെ ഇടക്ക് നിന്നിട്ടുകൊണ്ടാണ് ഈ സൃഷ്ടി നടത്താൻ പോകുന്നത്. നടക്കുന്ന കാര്യമാണോ? അത് പൊളിയും. അതുകൊണ്ട് എല്ലാവരും പങ്കെടുത്തു. ഋത്തിക്കുകൾ വഴിയാവണ്ണം വരുണൻ യോജിപ്പിച്ചതുപോലെ, അതായത് വരുണൻ ചെയ്യാന്ന് ആറ്റങ്ങൾ, അടിസ്ഥാന വസ്തുക്കൾ മഹാരാജാവിനെ കൊണ്ട് യോജിപ്പിച്ചു. വരുണൻ എന്താണ് ചെയ്തത്? ആറ്റങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ രാജാവും എല്ലാ വസ്തുക്കളിലൂടെയാണ് സൃഷ്ടി നടത്തുന്നത്. അല്ല ടി വി വേറെ അടുത്തുനിന്ന് വാങ്ങിയല്ല. ടി വിക്ക് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഉപ്പ് തൊട്ട് കർപ്പാരം വരെ അവിടെ ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് ടി വി ഉണ്ടാക്കും.
എന്നിട്ട് 17 സോമപാനത്തിൻ്റെ നാളിൽ മഹാരാജാവ് യുധിഷ്ഠിരൻ ഋത്വിക്കുകളെ വഴിയാവണ്ണം പൂജിച്ചു. അങ്ങനെ സോമപാനം ചെയ്യാനുള്ള അവസരം വന്നപ്പോൾ മഹാരാജാവ് എന്ത് ചെയ്ത് ഈ യജ്ഞം ചെയ്യുന്നവരെയെല്ലാം പൂജിച്ചു. കാരണം ശാസ്ത്രജ്ഞന്മാരെ പൂജിക്കുക, ലോകത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ചിന്തകന്മാരെ, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെ പൂജിക്കണം. അതാണ് രാജാവിൻ്റെ ധർമ്മം. രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി ഇറക്കി നിൽക്കുന്നവരെ, ആ യജ്ഞം ചെയ്യുന്നവരെ എല്ലാം പൂജിച്ചു എന്ന് പറഞ്ഞാൽ രാഷ്ട്ര പുരോഗതിക്ക് എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെയെല്ലാം രാജാവ് പ്രോത്സാഹിപ്പിച്ചു, അവരെ പൂജിച്ചു. അവരിലൂടെയാണ് ലോകം പുരോഗമിക്കേണ്ടത്. എന്നിട്ട് അവിടെ ഉള്ളവര്, സദസ്സിലുള്ളവര് അവരുടെ ഇടയിൽ പൂജിക്കാൻ അർഹനായവൻ ആരാണെന്ന് ചിന്തിച്ചു. അവിടെയുള്ള സഭയിലുള്ളവരെല്ലാം ഇതിൽ ആരെയാണ് പൂജിക്കേണ്ടത് എന്ന്. കാരണം നോക്കിയപ്പോൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഏതെങ്കിലും ഒരാളെ മുൻനിർത്തിയിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാരെല്ലാം അവിടെ ഇരിക്കുകയാണ്. വേദവ്യാസൻ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ ഇതെല്ലാം അവിടെ ഇരിക്കുകയാണ്. ഇവരിൽ ആരെ മുൻനിർത്തിയിട്ട് പൂജിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ അവർക്ക് പരസ്പരം ഒന്നും ഏതെടുക്കണമെന്നുള്ള ബഹുത്വം നിമിത്തം ഒരു തീരുമാനത്തിലുവാനായില്ല. കാരണം വേദവ്യാസൻ ഇരിക്കുന്നത്, വസിഷ്ഠൻ ഇരിക്കുന്നത്, വിശ്വാമിത്രൻ ഇരിക്കുന്ന എല്ലാ ഋഷികളും ഉണ്ട്. ആരെയാണ് ഇതിൻ്റെ അകത്ത് തലപ്പത്താക്കണത് എന്ന് ചിന്തിച്ചപ്പോൾ ഒരു പിടിയും കിട്ടിയില്ല, അന്തം വിട്ടുപോയി. ഏതെങ്കിലും ഒരാളെ തലപ്പത്താക്കാൻ. കാരണം ഈ വംശത്തിലെ പ്രത്യേകത എന്താണ്? ആരെങ്കിലും ഒരാളെ തലപ്പത്താക്കിയിട്ട് അവന്മാരെ പിന്തുണക്കുന്ന ഒരു പരിപാടിയാണ് ഈ ലോകത്തിൽ, മറുലോകത്തിലല്ല. ഏതെങ്കിലും ഒരാൾ അവനെ മുൻനിർത്തിയിട്ട്, കണ്ടില്ലേ നമ്മൾ സിനിമയിൽ, അവൻ്റെ ആരാധകനാണ്, മറ്റവൻ്റെ ആരാധകനാണ്, അവൻ്റെ ഫാൻസ് അസോസിയേഷൻ. എന്ത് തരത്തിലാണ് മനുഷ്യർ സ്വയം അപമാനിതരാകുന്നത്? അവനവനെല്ലാം മറ്റവൻ്റെ ഫാനാണ്, അവൻ്റെ പിന്നാലെ നമ്മൾ പോയിക്കോളാം. ആടുകളെ പിന്നാലെ, മുന്നിൽ കിടക്കുന്ന ആടിൻ്റെ പിന്നാലെ മറ്റേ ആടുകൾ പോകുന്ന പോലെ. ഒന്നിനും ഒരു വ്യക്തിത്വമില്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? നോക്കുമ്പോൾ ആരെയാണ് മുന്നിൽ നിർത്തേണ്ടതെന്ന് ഇവർക്കൊരു ചിന്താഗതി. ജനത്തിന് ആരെയും ഒരാൾ, അവർക്ക് ഈ മുന്നിൽ ഒരാൾ വേണം. സ്വയം എല്ലാം ഞാനും ഈ കൃഷ്ണൻ തന്നെയാണ്, നമ്മളെല്ലാം നമ്മളേതായ വ്യക്തിത്വമുണ്ട്. ആരെയാണ് മുന്നിൽ നിർത്തേണ്ടത്? ഒരാളെയും മുന്നിൽ നിർത്തേണ്ട ആവശ്യമില്ല. ആരും ആരെക്കാട്ടി ഇവിടെയെല്ലാം പ്രഭുത്വം, ഞാനെന്ന ഭാവം, ഞാൻ നല്ലത്, മറ്റേ മോശം, ഇങ്ങനെയുള്ള ഭേദഭാവത്തിലൂടെ പോകുന്നിടത്ത ഉള്ളവരാണ് ചിന്തിച്ച് ഇതിൻ്റെ അകത്ത് ആരെയാ മുന്നിൽ നിർത്തുക. ഇപ്പുറത്ത് നിൽക്കുന്ന ആരിലാണ് വേദവ്യാസനും ഋഷികളും മറ്റേതുമല്ല, വിശ്വാമിത്രർ, ഇവരെല്ലാം ആരെങ്കിലും മുൻനിർത്തും. കാരണം ഒരാളെ മുൻനിർത്തിയാൽ മറ്റവന്മാർക്ക് പിടിക്കില്ല. അപ്പോൾ സഹദേവൻ പറഞ്ഞു. അപ്പം സഹദേവൻ എന്ന് പറഞ്ഞാൽ സഹവാസം, ജനങ്ങളെ ഏകോപിപ്പിക്കുന്ന സ്വഭാവം. സഹദേവൻ സഹവാസം കൊണ്ട് നല്ല എല്ലാവരുമായിട്ട് കൂട്ടുകൂടുന്ന ഒരു ചിന്താഗതിയുള്ള ആ സഹദേവൻ എന്തു പറഞ്ഞു? സർവജ്ഞാനിയും ഭക്തജനങ്ങളുടെ പരിപാലനുമായ കൃഷ്ണൻ തന്നെയാണ് പൂജക്ക് അർഹൻ. നമ്മൾ ആരെ മുൻനിർത്തി ചെയ്യുക? കൃഷ്ണനെ. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഏതാണ്? കഥയിലെ കഥാപാത്രം മാത്രമാണ്. യഥാർത്ഥ ജീവിതത്തിൽ കൃഷ്ണൻ ആരാണ്? അതും പറയുന്നുണ്ട്. എല്ലാ ദേവന്മാരോടും ദേശം, കാലം, ധനം എന്നിവയെല്ലാം കൃഷ്ണൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആരെ മുൻനിർത്തിയാണ് ചെയ്യേണ്ടത്? എല്ലാ എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടോ, ദേശവും നമ്മുടെ ഭൂമി, കാലം, ധനം എല്ലാം കൃഷ്ണൻ തന്നെയായിട്ട് കണ്ടുകൊണ്ട്, അതായത് കൃഷ്ണൻ ഈ പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിനെ പൂജിക്കുക, പ്രപഞ്ചത്തിന് വേണ്ടി കർമ്മം ചെയ്യുക. അല്ലാതെ ആർക്കും ഒരാൾക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ധർമ്മപുത്രർക്ക് വേണ്ടിയല്ല കർമ്മം ചെയ്യുന്നത്. ധർമ്മപുത്രൻ രാജാവ് തന്നെ. രാജാവിന് വേണ്ടിയല്ല കർമ്മം ചെയ്യുന്നത്, രാഷ്ട്രത്തിന് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണ്.
ലോകമാണ് വിരാട പുരുഷനായ ശ്രീഹരി. അപ്പൊ ശ്രീഹരിക്ക് വേണ്ടിയാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത്, അല്ലാതെ വ്യക്തികളൊക്കെ വേണ്ടിയല്ല. നമ്മൾ വ്യക്തി ആരാധനയിൽ അധപ്പതിച്ചു പോയി രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ എല്ലാവരും ആ ശക്തിയാണ് ആരാധിക്കേണ്ടത്, കാലത്തെയാണ് ആരാധിക്കേണ്ടത്. ഈ ലോകം കൃഷ്ണന്റെ സ്വരൂപമാണ്. ഈ ലോകത്തെ മുൻനിർത്തി കർമ്മം ചെയ്യുക. കാരണം ലോകമാണ് കൃഷ്ണന്റെ സ്വരൂപം. യജ്ഞവും അഗ്നിയും ആഹൂതിയും മന്ത്രവും കൃഷ്ണസ്വരൂപമാണ്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന സയൻസുകളെല്ലാമാണ് കൃഷ്ണൻ. അതിനെയാണ് ആരാധിക്കേണ്ടത്. കാലത്തെ, സയൻസിനെ, പ്രപഞ്ചത്തെ മുൻനിർത്തിയാണ് നമ്മൾ യജ്ഞം ചെയ്യേണ്ടത്. അങ്ങനെയുള്ളൊരു ലോകമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയല്ല, ഏതെങ്കിലും ഫാൻസ് അസോസിയേഷനായിട്ട് അവരെ പിന്നാലെ പിന്തുടരുകയല്ല അത് മനുഷ്യൻ സ്വയം നശിക്കുകയാണ്. നമ്മളെ തന്നെ വില കളഞ്ഞു കൊടുക്കുകയാണ്. നമ്മളെല്ലാം ഈശ്വരനാണ്. ഇനിയോ അതാണ് കൃഷ്ണനെ ഉദ്ദേശിച്ചാണ് ചെയ്യേണ്ടത്. പിന്നെ സഭാവാസികളെ, ഈ ഭഗവാൻ അദ്വിതീയനാണ്. അത് വിഭജിക്കുന്നല്ല, അതിനെ വിഭജിക്കാൻ പറ്റില്ല. ഈശ്വരനെ പലതായി കാണാൻ പറ്റില്ല. നമ്മൾ മതങ്ങളെല്ലാം പറയും ഈശ്വരൻ ഇതാണ്, വേറൊരാൾ പറയല്ല നിന്റെ ഈശ്വരനല്ല ഈ ഈശ്വരനാണ്. പക്ഷേ ഭാഗവതം എന്ന് പറയുന്നു അത് അദ്വിതീയനാണ്, ഏകനാണ്, ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ. അതിന് രൂപവും ഭാവവും ഇല്ല. അതിനെ കൃഷ്ണനെന്നോ അള്ളാന്നോ യഹോവാന്നോ എന്തോ വിളിച്ചോ, അതിന് ഭേദഭാവമില്ല, അതിന് അതിൻ്റെതായ ജനമില്ല. എല്ലാം അതിൻ്റെ ജനം തന്നെയാണ്. അതാണ് ഈ ഭാഗവതത്തിൻ്റെ പ്രാധാന്യം, അതാണ് സനാതന ധർമ്മം. എന്നാൽ ഈ പ്രപഞ്ചം ആ ഭഗവാന്റെ സ്വരൂപമാണ്. അതേസമയം തന്നെ ഈ പ്രപഞ്ചമാണ് നമുക്ക് ദർശന രൂപത്തിൽ ഭഗവാന്റെ സ്വരൂപം. ഇപ്പം നമുക്ക് കാണുന്ന തരത്തിൽ ഈശ്വരനെ ചിന്തിക്കണ്ടിക്ക് ഈ പ്രപഞ്ചത്തെ ദർശിച്ചു കൊടുക്കുക. പ്രപഞ്ചമാണ് ഈശ്വരൻ. അപ്പൊ ഈ പ്രപഞ്ചത്തിന് വേണ്ടിയാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. അതിനെ മുൻനിർത്തി കർമ്മം ചെയ്യുക. അതിനായിട്ട് നമ്മളെ സൃഷ്ടിച്ചത് പ്രപഞ്ച പുരോഗതിക്കാണ്. അതിലേക്കാണ് ഭാഗവതം മനുഷ്യരെ കൊണ്ടുപോകുന്നത്. അവസാനം ലോകം എത്തിച്ചേരുന്നതും അവിടത്തേക്ക് തന്നെയാണ്. ജന്മരഹിതമായി ഭഗവാൻ, ജന്മരഹിതമാണ് ഈ മനുഷ്യൻ, ഈശ്വരൻ. അത് ജനിച്ചിട്ടില്ല, മരിക്കുന്നില്ല. അല്ലെ, എവിടെയോ ജനിച്ചിട്ട് എല്ലാം വന്നിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അത് അജ്ഞാനികൾ. ഇതിന് ജനിക്കാൻ പറ്റില്ല, അത് നിർഗുണമായൊരു സംഗതിയാണ്. ജന്മരഹിതമായ ഭഗവാൻ കഥയിൽ പിന്നെ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. കഥയിൽ പിന്നെ കഥാപാത്രം ഇല്ലാതെ എങ്ങനെയാ കഥ പറയുക? അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഈ കൃഷ്ണനെ നിങ്ങൾ ഇങ്ങനെ രൂപത്തിലൊന്നും കാണണ്ട. ഈ പ്രപഞ്ചം തന്നെയാണ് കൃഷ്ണൻ. താൻ തന്നെയാണ് തനിക്ക് ആശ്രയം. അതിന് തന്നെയാണ് ആശ്രയമുള്ളത്. വേറെ ആരെയും അത് ആശ്രയിക്കുന്നില്ല, നമ്മളെ ഒന്നും ആശ്രയിക്കുന്നില്ല. വേറെ മതങ്ങൾ പറയുന്ന കേൾക്കാം. ഈശ്വരൻ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അങ്ങേര് വേറൊരാളെ ആശ്രയിക്കുകയാണ്. ഏത് വേറെ ആളെ ആശ്രയിച്ചിട്ട് അവരിലൂട്ടിയാണ് ചെയ്യുക. ഈശ്വരനെ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും പുരോഹിതന്മാരെയോ പ്രവാചകന്മാരിലൂടെയെല്ലാം ആക്ട് ചെയ്യാന്നെല്ലാം പറയും. അങ്ങനെ അതിന് ആരുമായിട്ട് ആശ്രയമില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് തന്നെയാണ് നമ്മളുള്ളിൽ ഇരുന്നിട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ്. പിന്നെ ഒരാളെ ആശ്രയം എന്തിനാ? ഒരു പ്രവാചകന്റെ ആവശ്യം എന്താ? എന്നിട്ടോ അവൻ തന്നെ സൃഷ്ടിക്കുന്നു. അവൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അവ സൃഷ്ടിക്കുന്ന എല്ലാം അത് തന്നെയാണ്. പ്രമോദും ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് പ്രമോദായി വന്നത്. ഈശ്വരൻ തന്നെയാണ് പുട്ടിനായിട്ട് വന്നത്. അവൻ സൃഷ്ടിക്കുന്നു, സംരക്ഷിക്കുന്നു, ആവശ്യം കഴിയുമ്പോൾ സംഹരിക്കുന്നു. എല്ലാ ജനങ്ങളും
ഈ ജീവന്റെ പ്രേരണയാൽ ഈ ഭഗവാൻ എല്ലാ ജീവികളുടെ ജനങ്ങളുടെയും ജീവൻ, അതായത് നമ്മൾ ആ ഭഗവാന്റെ പ്രേരണയാൽ ലോകത്തിനാൽ പലതരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളെല്ലാം ചെയ്യുന്ന കർമ്മം ആ ശക്തി തന്നെയാണ് നമ്മൾ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് ആ ഭഗവാന്റെ ശ്രേയസിനെ തന്നെ സാധിപ്പിക്കുന്നു. അത് തന്നെ നമ്മളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്തെങ്കിലും ശ്രേയസ് നേടുന്നുണ്ടെങ്കിൽ അത് ആ ഭഗവാന്റെ ശ്രേയസ് തന്നെയാണ്. ഇപ്പം നമ്മൾ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ശ്രേയസ് നേടുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെയാണ് നേടുന്നത്. കാരണം നമ്മൾ ഭഗവാൻ തന്നെയാണ്, അല്ലെ? നമ്മൾ വ്യക്തിപരമായിട്ടൊന്നും അല്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിനാൽ കൃഷ്ണനായി അഗ്രപൂജ നടത്തുക. അതുകൊണ്ട് കൃഷ്ണൻ ആരാണ്? ഈ പ്രപഞ്ചത്തിനായിക്കൊണ്ട്, ലോക നന്മക്കായിക്കൊണ്ട് നിങ്ങൾ അഗ്രപൂജ നടത്തുക. അങ്ങനെ ചെയ്താൽ സപ്തപ്രാണികൾക്കും തനിക്കു തന്നെയും പൂജയായി ഭവിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പൂജ സപ്തപ്രാണികൾക്കും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനുമാണ് അർപ്പിക്കുക. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഈശ്വരനാണ്. പിന്നെയോ തനിക്കു തന്നെയായും പൂജിക്കുക. ആ പൂജ നമ്മളെ തന്നെയാണ് പൂജിക്കുന്നത്. കാരണം ഞാനും ആരാണ്? ഈശ്വരനാണ്. നമ്മൾ ആർക്കെങ്കിലും ഒരു പൂജ കൊടുക്കുന്നുണ്ട്, അത് എനിക്ക് തന്നെയാണ് പൂജ. കാരണം ഞാൻ തന്നെയാണ് ഈശ്വരൻ. എല്ലാം സർവ്വ പട്ടിയും പൂച്ചി, ആ പട്ടിയും പൂച്ചയും എല്ലാം ഈശ്വരനാണ്. അതിന് തന്നെയാണ് പോകുന്നത്. ഇനിയോ 24, ദാനത്തിലൂടെ അതിൻ്റെ ഫലം ലഭിക്കേണ്ടവർ. ഇനി ദാനത്തിൻ്റെ മഹത്വം. ദാനത്തിലൂടെ ആരെങ്കിലും എന്തെങ്കിലും ഫലം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സർവപ്രാണികളുടെയും അന്തരാത്മാവായ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികളുടെയും അന്തരാത്മാവാര് തന്നെയാണ് ആ ശ്രീഹരി തന്നെയാണ്. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ, ഭേദദൃഷ്ടിയില്ലാതെ. അതിന് ഭേദദൃഷ്ടിയൊന്നുമില്ല. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒരു ബോധവുമില്ല. ജാതി ബന്ധം ഒന്നും തന്നെയില്ല. ആ കൃഷ്ണന് നൽകുക. അതും എവിടത്തേക്കാണ് എത്തുന്നത്? പ്രപഞ്ചത്തിലേക്കാണ് എത്തുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ആർക്ക് വേണ്ടി ചെയ്യണം? പ്രപഞ്ചത്തിനായി ചെയ്യണം. പ്രപഞ്ചത്തിനായി ചെയ്യുന്നതാണ് ഈശ്വരൻ. ആ ഈശ്വരൻ തന്നെയാണ് ഞാൻ. ആ ചെയ്യുന്നത് എനിക്കും കിട്ടും. പ്രപഞ്ചത്തിന് കിട്ടും, അതിൻ്റെ ഭാഗമല്ലേ ഞാൻ, എനിക്കും കിട്ടും. ഇതെന്ത് ആശയമാണ്? ചിന്തിച്ചു നോക്കിക്കൊള്ളുക. കൃഷ്ണ മഹാത്മ്യം ഇത്തരത്തിൽ മനസ്സിലാക്കിയ സഹദേവൻ ഇപ്രകാരം പറഞ്ഞ് വിരമിച്ചു. ഇത്രയും പറഞ്ഞിട്ട് സഹദേവൻ മതിയാക്കി. ബ്രാഹ്മണരുടെ വാക്കിനെയും സദാഭാസികളുടെ അഭിപ്രായം കേട്ട് സന്തുഷ്ടനായ യുധിഷ്ഠിരൻ രാജാവാണ്. അപ്പം ബ്രാഹ്മണ ബുദ്ധിമാന്മാരായ ആൾക്കാരോട് ചോദിച്ചു. സഭാവാസികൾ അവരുടെ അഭിപ്രായം പറഞ്ഞു. ഇതെല്ലാം ഒന്നായി വന്നു. അപ്പോൾ സന്തുഷ്ടനായ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനെ വഴി പോലെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിനായിക്കൊണ്ട് കർമ്മം ചെയ്തു. ആര്? യുധിഷ്ഠിരൻ. ഇവരെല്ലാം പറയുകയാണ് ലോകത്തിനായിക്കൊണ്ട് ചെയ്യുക. എല്ലാവരും ലോക പുരോഗതിക്കായിട്ട്. അതാണ് ലോകമേ തറവാട്. ലോകം ഒന്നായി മാറും. അവിടുത്തെ തൃപ്പാദത്തെ കഴുകി അവൻ യുധിഷ്ഠിരൻ ആ കൃഷ്ണന്റെ കാല്, കഥയിലാണ് കൃഷ്ണന്റെ കാല്. എന്നിട്ട് ആ ജലം ആരുടെ തലയിൽ തെളിച്ചു? കൃഷ്ണന്റെയും കൃഷ്ണന്റെ മന്ത്രിമാരുടെയും ഭാര്യമാരുടെയും ബന്ധുക്കളെയും എല്ലാം തലയിൽ തളിച്ചു എന്ന് പറഞ്ഞാൽ അവരെല്ലാം രാജകുടുംബം, യുധിഷ്ഠിരന്റെ കുടുംബമടക്കം ആ കൃഷ്ണന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ലോകത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു ലോകമാണ് ഉണ്ടാകാൻ പോകുന്നത്. മഞ്ഞപ്പട്ടയും വില കൂടിയ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് സന്തോഷാസുക്കളുടെ ആരാധിതനായ ആ ശക്തിയെ ശരിക്ക് നോക്കുവാൻ പോലും അദ്ദേഹത്തിനായില്ല. മഞ്ഞപ്പട്ടുടുത്ത് വില കൂടിയ ആഭരണങ്ങളെല്ലാം മറഞ്ഞിരിക്കുന്ന ആ കൃഷ്ണനാണ് ആരാധിക്കുന്നത്. അപ്പം കൃഷ്ണനെ ആ കാലത്തെ അദ്ദേഹത്തിന് നോക്കുവാൻ പോലും, സന്തോഷാസുക്കൾ പതിച്ചിട്ട് നോക്കുവാൻ പോലും കഴിഞ്ഞില്ല. അതായത് പ്രപഞ്ചത്തെ അദ്ദേഹത്തിന് നോക്കാൻ പോലും കഴിഞ്ഞില്ല. പ്രപഞ്ചത്തെ അല്ലെങ്കിൽ നോക്കാൻ ആർക്കും പൂർണ്ണമായിട്ട് എങ്ങനെയാണ് നോക്കുന്നത്?
അപ്പോൾ ജനങ്ങളും ഉച്ചത്തിലുള്ള ശബ്ദത്തോടെ എന്തു പറഞ്ഞു? ഭവാൻ ജയിക്കട്ടെ എന്ന് ഉച്ചത്തിൽ ഉച്ചരിച്ചു. അവരും പൂജിച്ചു. അതായത് ജനങ്ങളടക്കം പിന്നെ ലോകത്തിനു വേണ്ടി കർമ്മം ചെയ്യുകയാണ്. ഇപ്രകാരം കൃഷ്ണന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നത് കേട്ട് കോപിഷ്ഠനായ, അപ്പൊ അതിൻ്റെ ഇടക്കും ഉണ്ടാവില്ലോ പഴയ സിൽബന്തികൾ, ഇഷ്ടപ്പെടാത്ത കക്ഷികൾ. ശിശുപാലൻ പൊറുക്കപ്പെടാത്തവനായിട്ട് ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു ഭഗവാനെതിരെ കൈകൾ ഉയർത്തിക്കൊണ്ട് ശകാര വാക്കുകൾ പറയാൻ തുടങ്ങി. ഭഗവാനെ തെറി വിളിക്കാൻ തുടങ്ങി. എന്താണ് പറഞ്ഞത്? കാലം എന്തിനും കഴിവുള്ളവനാണ്, അലംഘന്യമാണ് എന്ന് ശ്രുതിവചനം യാഥാർത്ഥ്യമായത്ര. കാലമാണ് എല്ലാം നയിക്കുന്നത്. നമ്മളിവിടെ വേദത്തിലൂടെയും പറയുന്നതാണ്, എല്ലാം കാലമാണ് നയിക്കുന്നത്. കാലം അവിടത്തേക്കാണ് ലോകത്തെ കൊണ്ടുപോകുന്നത്. മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം വസുദേവ കുടുംബത്തിലേക്ക് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ, ഉച്ചനീചത്വങ്ങളില്ലാതെ, ജാതി വ്യവസ്ഥയില്ലാതെ, ജാതി മതങ്ങളൊന്നും ഇല്ലാതെ. ഇതെല്ലാം പറയുമ്പോൾ പറയും, ഓ കാലം അങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം നമ്മളെ കൈമിലാണ്. അതുവരെയാണ് ഇദ്ദേഹം ശിശുപാലൻ പറയുന്നത്. കാലം എന്തിനും കഴിവുള്ളവനാണ് പോലും. ഞാനും പറയുന്ന ഭാഗവതത്തിലൂടെ എന്താണ്, അത്തരമൊരു ലോകത്തിലേക്ക് തന്നെയാണ് കാലം എത്തിക്കാൻ പോകുന്നത്. ഈ മഹാഭാരത യുദ്ധത്തിലൂടെ അല്ലെ മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ. കേൾക്കുമ്പോൾ ചിലവർക്കെല്ലാം തോന്നുന്നു കാലെല്ലാം നേടിക്കളയും. കാലം എന്തിനും കഴിവുള്ളവനാണ്, അലംഘനീയമാണ്, അതിനെ ലംഘിക്കാൻ പറ്റില്ല എന്ന ശ്രുതിവചനം യാഥാർത്ഥ്യമായി പോലും പരിഹാസത്തോടെ. അതൊന്നും യാഥാർത്ഥ്യമൊന്നും ആകാൻ പോകുന്നില്ല. കാരണം പ്രായമുള്ളവരുടെ ബുദ്ധി ചെറിയവരുടെ ബുദ്ധിയാൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ ചെറിയ പിള്ളന്മാർ പ്രായമുള്ള നമ്മളുടെ ബുദ്ധിയെല്ലാം മാറ്റിയിരിക്കുകയാണ്. അതായത് നമ്മളെ പഴഞ്ചൻ വയസ്സന്മാർ പറയുന്ന അനുസരിച്ചിട്ട് പിള്ളേർ പോയിക്കൊള്ളും. ഇതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. മൂത്തന്മാർ മുത്തു നെല്ലിക്കയും മറ്റേ വാക്ക് മുതു നെല്ലിക്കയും എല്ലാം അത് പറയുന്ന മാതിരി പോകണം. അവരെന്താണോ ചെയ്തത് അതുമാതിരി പിള്ളേരും ഫോളോ ചെയ്തോണമെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷെ ഇത് പിള്ളേർ കയറിയിട്ട് പ്രായമായവരുടെയും എന്ത് ചെയ്തു, ബുദ്ധിയെയും മരവിപ്പിച്ചിരിക്കുന്നു. ചെറുപ്പക്കാർ, യുവജനങ്ങള് പഴയ ആശയവുമായിട്ട് നടക്കുന്ന വയസ്സന്മാരെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് യുവാക്കൾ തന്നെ മുന്നോട്ടേക്ക് വരും. അവര് ബുദ്ധി ഈ പ്രായമായവരുടെ വാക്ക് മാറ്റും. അതാണ് ആര് പറയുന്നത്? ശിശുപാലൻ പറയുന്നത്. സദാചാരികളെ, നിങ്ങളെല്ലാം ആദരിക്കപ്പെടേണ്ടവരാണ്. ഇവിടെ ഇരിക്കുന്ന വേദവ്യാസനോട് എല്ലാം പറയുകയാണ്, മറ്റുള്ളവരോടെല്ലാം നിങ്ങളെല്ലാം ആദർശിക്കപ്പെടാൻ യോഗ്യരാണ്. അതായത് ഓരോ വ്യക്തികളെ അങ്ങനെ ആരാധിച്ചോളണം, അല്ലാതെ ലോകത്തിന് വേണ്ടി കാലത്തിന് വേണ്ടി ഒന്നും അവരെ ഒന്നും ആരാധിക്കരുത്. ഇവിടെയുള്ള വ്യക്തികളെ, വേദവ്യാസനെയോ മറ്റേരെയോ എല്ലാം നിങ്ങളെല്ലാം അതിനുള്ള യോഗ്യരാണ്. അതുകൊണ്ട് ഓരോ ആളും മത്സരിച്ചോളൂ, എന്നെ ആരാധിക്കുക, എന്നെ ആരാധിക്കുക. അവരെ കത്തിച്ചു പിടിക്കുകയാണ്. എന്നെ ആരാധിക്കുക, നിങ്ങളെല്ലാം പൂജക്കാർഹരാണ്. മുമ്പിലിരിക്കുന്ന ആരാ? വേദവ്യാസനും വസിഷ്ഠനും വിശ്വാമിത്രനും എല്ലാം ഇരിക്കുന്ന സദസ്സിൽ വെച്ച് പറയാണ്, നിങ്ങളെല്ലാം ആരാധിക്കപ്പെടാണ്. അല്ലാതെ ഈ കാലമാകുന്ന കൃഷ്ണനെ ആരാധിക്കേണ്ട ഒരു കാര്യമില്ല. ഇതെല്ലാം എഴുതി വെക്കുന്നതും കൃഷ്ണൻ തന്നെയാണ്. അത് മനസ്സിലാക്കണം. അഗ്രപൂജക്കർഹരാണ്. ഈ കൃഷ്ണനാണെന്നുള്ള ഒരു ബാലന്റെ വാക്കിനെ കണക്കിലെടുത്ത് ഈ പിള്ളന്മാർ പറയുന്നത് കേൾക്കരുത്, വയസ്സന്മാർ പറയുന്നത് കേട്ടോളണം. കുറേ എണ്ണം വയസ്സന്മാർ അങ്ങനെ ഇരുന്നിട്ട് കസേലയിൽ ഇങ്ങനെ ഞെരിഞ്ഞിരുന്നിട്ട് നമ്മൾ പറയുന്നതാണ് ശരി, വേദവാക്യങ്ങൾ എന്ന് പറഞ്ഞു കിടക്കും. പിള്ളേരല്ല അത് അനുസരിച്ച് പോകണം. ഇതാണ് ദുഷിച്ച പ്രവണത. അത് തന്നെയാണ് ഈ ശിശുപാലൻ പറയുന്നത്. എന്നിട്ട് എന്ത് പറയുന്നു? തപസ്, വിജ്ഞാനം, വ്രതങ്ങൾ, ജ്ഞാനത്താൽ വേറെ ഭൗതികതയെല്ലാം വിട്ടുപോയ വിശിഷ്ട ഋഷികൾ, ബ്രഹ്മജ്ഞാനികൾ മുതലാവരെ തള്ളിക്കളഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ജ്ഞാനികൾ, ഋഷികൾ എല്ലാം പഠിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടിയവർ ആര്? വസിഷ്ഠനും വേദവ്യാസനും മറ്റേത് ഉത്തരങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്.
എന്നിട്ട് അവരെല്ലാം തള്ളിക്കഴിഞ്ഞിട്ട് വംശത്തിന് കളങ്കമായ പശുപാലൻ, വംശത്തിന് തന്നെ കളങ്കമാണ് ആര്? ഈ കൃഷ്ണൻ. പശുക്കളെ ആട്ടിടയന്മാരുടെ അല്ല പശുക്കളുടെ പിന്നാലെ നടക്കുന്നവൻ, പശുക്കളെയും തെളിച്ച് നടക്കുന്നവൻ. പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അധ്വാനിക്കുന്ന ജനവിഭാഗം, അതിൻ്റെ പിന്നാലെ നടക്കുന്നവൻ, പശുക്കളെ തെളിച്ച് നടക്കുന്നവൻ, യാഗാഗ്നിയിൽ ഹോമിക്കുന്ന യാഗാഗ്നിയിലെങ്കിലും ഹോമിക്കുമ്പോൾ അതിൽ നിന്ന് കാക്കയടിച്ചെടുത്ത് പോകാൻ ശ്രമിക്കും. അതുപോലെയാണ് കൃഷ്ണൻ ഇത് അടിച്ചെടുത്ത് പോകാൻ ശ്രമിക്കുന്നത്. ഇവനാണെങ്കിൽ ആർക്ക്? കൃഷ്ണന് വർണ്ണമോ ആശ്രമമോ കുലമോ ഇല്ലാത്തവൻ. ഇവന് വർണ്ണവും ഇല്ല, ജാതിയും ഇല്ല, മതവും ഇല്ല, ഒരു ചുക്കും ഇല്ലാത്തവനാണ് ഇവൻ. ആശ്രമധർമ്മങ്ങളും ഇല്ല, കുലുവും ഇല്ല, ഇവന് കുലുവും ഇല്ല. ആര്? നമ്മളിന്ന് പറയുന്ന ആരെയാണ് പറയുക? ആരെപ്പറ്റി പറയുന്നതാണ് ഈ പറയുന്നത്? ശിശുപാലൻ. അതവനാണ്. അവന് വർണ്ണമില്ല, ആശ്രയമില്ല, ഒന്നുമില്ല. അവൻ യുക്തിവാദി, നിരീശ്വരവാദി, താന്തോന്നി. യുക്തിവാദി മാത്രമല്ല, വേറൊരു വിഭാഗമുണ്ട്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. ബുദ്ധിയുള്ളവർ ചിന്തിച്ചു കൊടുക്കുക. ആരെല്ലാണ് പറയുന്നത്? ഈ പറയുന്ന വാക്ക് ആര് പറയാണ്? ശിശുപാലനാണ് പറയുന്നത്. മറുവശത്തുള്ള ആരാണ്? കൃഷ്ണനാണ്. കൃഷ്ണനെയാണ് പറയുന്നത് വർണ്ണമില്ല ഇവന്. കാരണം പശുക്കളെ മേയിച്ച് നടക്കുന്ന അവന്മാരുടെ, ശൂദ്രന്മാരുടെ, ആരാണ്? ഈ യാദവന്മാർ, മറ്റേ ആരാണ്? വൈശ്യന്മാരുടെ പിന്നാലെയല്ല നടക്കുന്നത്. വേശ്യകളോടൊപ്പം എല്ലാം നടക്കുന്നത്. ഒരു ഇതുമില്ല, വർണ്ണമില്ല, ആശ്രമമില്ല, കുലുവില്ല. ഇല്ലാത്തവനും സകല ധർമ്മങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഇവനൊരു ധർമ്മവും ഇല്ല. പറമ്പപ്പെട്ടവനും തന്നിഷ്ടം പോലെ നടക്കുന്നവനും ഇതെല്ലാം ഇന്ന് പറയുന്നുണ്ട്. ആർക്കെതിരായിട്ടാണോ പറയുന്നത്? അവരിൽ കൃഷ്ണനെ നിങ്ങൾ ദർശിക്കണം. സൽഗുണവിഹീനനുമായ ഇവൻ അഗ്രപൂജ അർഹിക്കുന്നില്ല. യായതി രാജാവിനാൽ ഇവന്റെ ഇവർക്ക് വംശം ശപിക്കപ്പെട്ടതാണ്. യായതി രാജാവ് പണ്ട് ശപിച്ചിട്ടുണ്ട് ഈ വിഭാഗത്തിന്. ഈ വിഭാഗം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അധികാരം ഏറാൻ പറ്റില്ല. എത്ര കാലം വരെ? മഹാഭാരത യുദ്ധം ഈ കൃഷ്ണന്റെ കാലഘട്ടം വരുന്നത് വരെ. കൃഷ്ണൻ അതിനെ മാറ്റി. അതുവരെ രാജാക്കന്മാർ, ഏകാധിപതികൾ അവരവർ ജാതി മതമെല്ലാം പറഞ്ഞുകൊണ്ട് ആണ് ഭരിക്കുക. അധ്വാനിക്കുന്ന ജനവിഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാ അധ്വാനിക്കുന്ന, അല്ലാതെ ചുമടെടുക്കുന്ന വഴിയല്ല അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടും, ബ്രാഹ്മണരും, ബുദ്ധി അടക്കമുള്ള ബ്രാഹ്മണരും ശരീരശക്തി കൊണ്ടും എല്ലാം അധ്വാനിക്കുന്നവരാണ് അധ്വാനിക്കുന്ന വർഗം. അധ്വാനം എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമല്ല, ബ്രാഹ്മണരടക്കമാണ്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് ശാസ്ത്രജ്ഞന്മാർ. അവരെല്ലാം ചിലർക്ക് ബുദ്ധി കൊണ്ട് വർക്ക് ചെയ്യും, ചിലർക്ക് കൈ കൊണ്ട് വർക്ക് ചെയ്യും, ചിലവർക്ക് വായ കൊണ്ട് വർക്ക് ചെയ്യും. ഇങ്ങനെ പലതരത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം വർക്ക് തന്നെയാണ്, പണം വെച്ചിട്ടുള്ളതല്ല. ഇതാണ് വ്യത്യാസം. അധ്വാനം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുന്നവർ എന്നാണ് ഇത് അവിടെ ഹെഡ് ലോഡ് വർക്കേഴ്സാണെന്ന് ധരിക്കുക. അതൊന്നും അല്ല. ബുദ്ധിശക്തി, ശരീരശക്തി, സേവനം, ഇതെല്ലാം സ്വയം ചെയ്യുന്ന ശരീരം കൊണ്ട്, അല്ലാതെ പണമല്ല അവിടെ മാനദണ്ഡം. ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രവർത്തനമാണ്, അല്ലാതെ പണമല്ല മൂലധനം. കുടുംബത്തിൽ എന്താണ് മൂലധനം? എന്താണ്? മനുഷ്യന്റെ പ്രവർത്തനമാണ്. വീട്ടിൽ നമ്മൾ പണം നോക്കിയിട്ടാണോ ചെയ്യുന്നത്? വീട്ടിൽ ഒരുത്തൻ കലക്ടറായിരിക്കും, ഒരുത്തൻ ഓട്ടോറിക്ഷ വലിക്കുന്നവനായിരിക്കും. കളക്ടർ ചിലപ്പോൾ 1 ലക്ഷം വീട്ടിൽ ചിലവിന് കൊടുക്കും, ഓട്ടോറിക്ഷക്കാരൻ 1000 കൊടുക്കും. അപ്പം അമ്മ എന്ത് ചെയ്യും? മത്സ്യക്കറിയെല്ലാം വെച്ചിട്ട് കഷ്ണം മുഴുവൻ കളക്ടർക്ക് കൊടുക്കും, ചാറ് ഓട്ടോറിക്ഷ. ഇങ്ങനെയാണോ കൊടുക്കുക?
ഓരോ ആളും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു, കിട്ടുന്നത് അനുഭവിക്കുന്നു. അപ്പം വീട്ടിൽ അധ്വാനത്തിനനുസരിച്ച് ഓരോ ആൾ അവരവരുടെ ശരീരത്തിൻ്റെയും ബുദ്ധിയുടെ ശക്തിയുടെ അനുസരിച്ച് കർമ്മം ചെയ്യും, ഫലങ്ങൾ തുല്യമായി. അതാണ് വസുദൈവ കുടുംബം. അതുകൊണ്ട് ഇവൻ സജ്ജനങ്ങളാൽ ബഹിഷ്കരിച്ച്, ഇവന് പറയുന്ന സജ്ജനങ്ങളാൽ ബഹിഷ്കരിക്കപ്പെട്ടവരാണ്. പിന്നെയോ ഏത് നേരവും അനാവശ്യ മദ്യവും കഴിച്ചുകൊണ്ട്, ഇതെല്ലാം പറയുന്ന ആരെപ്പറ്റിയാണ്? മദ്യപാനികളാണ്. മദ്യപാനത്തിൽ തൽപരരുമാണ്. അവരെ പൂജക്ക് അർഹനാകുന്നത് എങ്ങനെ? എന്നിട്ട് 37 പറയാണ്, ബ്രഹ്മർഷിമാരാൽ സേവിതമായ ദേശത്തെ ഉപേക്ഷിച്ച്, ഇവനെന്ത് ചെയ്യുന്ന? ബ്രഹ്മർഷിമാരെല്ലാം ഉള്ള സ്ഥലത്തെ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മദേശത്തിനെ കെടുത്തുന്ന ദുർഗവുമായ സമുദ്രത്തെ ആശ്രയിച്ച്, അവൻ ഇതെല്ലാം വിട്ടിട്ട് സമുദ്രത്തിൽ പോയിട്ടാണ് കിടക്കുന്നത്. കള്ളന്മാർ ജനങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന പോലെ അവിടെ ഇരുന്നിട്ട് സമുദ്രത്തിൽ ഇരുന്നിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ഈശ്വരൻ അപ്പം ഏതല്ല? കഥയിൽ പറഞ്ഞ കൃഷ്ണനല്ല. ഈ കൃഷ്ണൻ പ്രപഞ്ചം മുഴുവൻ ഒരു സമുദ്രമായി സങ്കല്പിച്ചാൽ ആ സമുദ്രത്തിൽ വിലസിക്കുന്നതാണ് വിഷ്ണു. അതുകൊണ്ടാണ് നമ്മളെന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ ഒരു കൊട്ടാരം കെട്ടിയിട്ട് ദ്വാരക എന്ന് സംഭവിക്കും. ഇതല്ല അർത്ഥം. യഥാർത്ഥ കൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നത്? സമുദ്രത്തിലെ കാരണമാകുന്ന സാഗരത്തിലെ പ്രപഞ്ചം മുഴുവൻ വിരാട രൂപമുണ്ട്. അതിൻ്റെ കാലിൻ്റെ അറ്റത്തുള്ള ഒരു പൊടിക്ക് മാത്രം സമാനമാണ് നമ്മൾ ഈ കാണുന്ന ഭൂമിയും പ്രപഞ്ചവും. ബാക്കിയെല്ലാം ശൂന്യമായി കിടന്നിട്ട് അവിടെ മുഴുവൻ സമുദ്രമായി സങ്കല്പിച്ചുകൊണ്ട് അതിലാണ് ആരിയ്ക്കുന്നത്? ശ്രീഹരി ഇരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്? കള്ളന്മാരെ പോലെ ജനങ്ങൾക്ക് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യരായി ജനിക്കുന്നവരെല്ലാം കഷ്ടപ്പാട് തന്നെയാണ്. അത് വേദം തന്നെ പറഞ്ഞിട്ടില്ലേ? മനുഷ്യരായി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സുഖം കിട്ടാൻ പറ്റുന്നില്ല, ദുഃഖിപ്പിക്കുക. ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ആ ശ്രീഹരിയാണ്. അതിൽ നിന്ന് മോചിക്കണ്ടെങ്കിൽ എന്ത് വേണം? ആ ഹരിക്കായിക്കൊണ്ട് കർമ്മം ചെയ്യുക. നമുക്ക് എന്ന ചിന്ത ഒഴിവാക്കിയിട്ട് എനിക്കൊന്നും വേണ്ട എന്ന് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു. ഞാൻ എനിക്ക് എന്ന ചിന്ത വെച്ച് നടക്കുമ്പോൾ കഷ്ടപ്പാടും ദുരിതവും തന്നെയായിരിക്കും, രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്നിട്ട് 37 ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട ഇപ്രകാരം ഈ ശിശുപാലൻ ഈ വിധം ശകാരവാക്കുകൾ പറഞ്ഞപ്പോൾ കൃഷ്ണൻ ഒളിക്കുറുക്കൻ്റെ നിലവിളി പോലെ, ഒളിഞ്ഞിരുന്നിട്ട് കുറുക്കന്മാർ നിലവിളിക്കുമല്ലോ, അതുപോലെ ശ്രീകൃഷ്ണൻ ഒന്നും മിണ്ടാതിരുന്നതേ ഉള്ളൂ. കൃഷ്ണൻ അവിടെ മിണ്ടാണ്ടിരുന്നു. കുറുക്കന്മാർ നിലവിളിക്കുമ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യാ? ആടിയിരുന്നിട്ട് നിലവിളിക്കട്ടെ. പക്ഷെ എന്തുകൊണ്ടാണ് കൃഷ്ണൻ മിണ്ടാണ്ടിരുന്നത്? കാരണം ഇവൻ്റെ വാക്ക് ജനങ്ങളെല്ലാം കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് പറ്റും? പിന്നെ കൃഷ്ണൻ അവിടെ നിന്നിട്ട് കാര്യമില്ല. കൃഷ്ണൻ മിണ്ടാണ്ടിരുന്ന സഭയിൽ എന്താണ് സംഭവിക്കുക നോക്കാലോ. ഇത് കേട്ട സഭാവാസികൾ സഹികെട്ട് കാതുകൾ പൊത്തി. സഭയിലുള്ള ഭൂരിപക്ഷ ആൾക്കാരും ഇത് കേട്ടിട്ട് സഹി കെട്ടിട്ട് കേൾക്കണ്ടെന്ന് വെച്ചിട്ട് ചൂട് പൊത്തി. അപ്പം സഭാവാസികളൊന്നും ഇവൻ്റെ വാക്കിന് ചെവി കൊടുത്തില്ല. അപ്പോൾ പാണ്ഡവപുത്രന്മാർ മത്സ്യം, കേകം മുതലായ ദേശങ്ങളിലെ രാജാക്കന്മാരെല്ലാം കോപത്തോടുകൂടി ശിശുപാലനെ കൊല്ലാനായിട്ട് പുറപ്പെട്ടു. അപ്പം മറ്റുള്ള രാജാക്കന്മാരും പാണ്ഡവരെല്ലാം ഇവനെ തട്ടിക്കളയാന്ന് വെച്ചിട്ട് തയ്യാറായിട്ട് നിന്നു. അപ്പോൾ ആ സഭയിലുള്ള എല്ലാവരും ഇവനെതിരാണ്. അപ്പോൾ ശിശുപാലനും അവരെയെല്ലാം അറ്റാക്ക് ചെയ്യാൻ പരിഹസിച്ചുകൊണ്ടും അവരെയെല്ലാം അപമാനിച്ചുകൊണ്ടും
വാളും പരിചയം എടുത്ത് മുന്നോട്ടേക്ക് ഇറങ്ങി. ശിശുപാലനും ഇറങ്ങി വാളും പരിചയം എടുത്ത്. അപ്പോഴേക്കും കൃഷ്ണൻ എഴുന്നേറ്റു. കാരണം എല്ലാവരും തിരിച്ചാണ്. പിന്നെ ശിശുപാലനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല. കൃഷ്ണൻ എഴുന്നേറ്റിട്ട് തൻ്റെ ആളുകളെല്ലാം തടഞ്ഞു നിർത്തി. ആരും നിങ്ങളൊന്നും ഇടപെടണ്ട. എന്നിട്ട് എന്ത് ചെയ്തു? സുദർശന ചക്രത്താൽ അവൻ്റെ ശിരസ്സറുത്തു. സുദർശന ചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം തന്നെയാണ്. അങ്ങനെയുള്ള കാലമാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ ഒരുത്തൻ അവിടുന്ന് വെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പൊടിയൊന്നും ഉണ്ടാവില്ല. ജനങ്ങളെല്ലാം കയറിയിട്ട് കൈകാര്യം ചെയ്യും ആ അവസരത്തിൽ. അത് തന്നെയാണ്. ശിശുപാലൻ മരിച്ചപ്പോൾ വലിയ ബഹളത്തോടു കൂടിയുള്ള ശബ്ദങ്ങൾ അവിടെ ഉണ്ട്. അവൻ്റെ അനുയായികളിൽ എന്ത് ചെയ്ത്? ജീവനും കൊണ്ട് ഓട്ടം ഓടി. അപ്പം അനുയായികളെല്ലാം പറന്നു. അപ്പം അവിടെ രാജ്യം കംപ്ലീറ്റ് ധർമ്മപുത്രരുടെ കയ്യിൽ വന്നു. ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്നുമുണ്ടായ ജീവതേജസ്, ശിശുപാലൻ മരിച്ചപ്പോൾ അതിൽ നിന്നുമുണ്ടായ ജീവതേജസ് എല്ലാവരും കണ്ടു നിൽക്കെ ആകാശത്തിൽ നിന്നും പതിക്കുന്ന കൊള്ളിമീൻ പോലെ കൃഷ്ണനിൽ വന്നു ചേർന്നു. അത് നമ്മൾ നേരത്തെ പറയുന്നതാണ്. അസുരന്മാരാണ് ആദ്യം ബ്രഹ്മസാക്ഷാത്കാരം നൽകുക. ഭക്തന്മാരെല്ലാം ഇങ്ങനെ തപസ്സും ചെയ്ത് ഇങ്ങനെ നടക്കും. ബ്രഹ്മസാക്ഷാത്കാരം ഒരു ചുക്കും കിട്ടില്ല. അസുരന്മാരെ കൊന്നു കഴിഞ്ഞാൽ അപ്പാടത് ഇതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. കാരണം എന്തുകൊണ്ട്? 3 ജന്മത്തിലും 46, അതായത് ഹിരണ്യകശിപു, രാവണൻ, പിന്നെ ശിശുപാലൻ, ഇങ്ങനെ 3 തരത്തിൽ ജനിച്ചിട്ട് വിദ്വേഷ പ്രഭാത്തോടുകൂടി ആണ് കഴിഞ്ഞത്. കൃഷ്ണനോടുള്ള വിദ്വേഷം കൊണ്ട് 3 ജന്മവും കൃഷ്ണനെ തന്നെ വിദ്വേഷം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? കൃഷ്ണനുമായിട്ടുള്ള സമ്പർക്കമാണ്. തെറി പറയണ്ടെങ്കിൽ സമ്പർക്കമല്ലേ. ഇവ എന്നെ ആരെങ്കിലും പിന്നിൽ വന്ന് ഇങ്ങനെ നുള്ളിക്കൊണ്ടിരിക്കുകയാണ് ദേഷ്യം കൊണ്ട്. അത് സമ്പർക്കം തന്നെയാണ്, തുടർച്ചയായ സമ്പർക്കമാണ്. കൃഷ്ണന് നിങ്ങൾ നല്ല പറഞ്ഞാൽ മോശം പറഞ്ഞാലും ഒന്നുമില്ല. കാരണം അതൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹവുമായിട്ട് സ്ഥിരമായ ബന്ധമുണ്ടെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും. അപ്പം യുക്തിവാദികൾ കൃഷ്ണൻ എപ്പോഴും ചീത്ത പറഞ്ഞ് അടക്കുകയാണെങ്കിൽ അവർക്കാണ് ആദ്യം മോക്ഷം കിട്ടുന്നത്. അല്ലാതെ ഭക്തന്മാർക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം ഭക്തന്മാർ ആവശ്യപ്പെടുന്ന എന്തിനു വേണ്ടിയാ? സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. എൻ്റെ മക്കൾക്ക് മോക്ക് പെണ്ണ് മറ്റേ ജോലി, അല്ലെ മക്കന് ജോലി കിട്ടണേ, ഇല്ലേ മോക്ക് കൊച്ചുണ്ടാകണേ, അല്ലെ മോളെ കല്യാണം കഴിക്കണേ. ഇങ്ങനെ കൃഷ്ണൻ്റെ മേലെ ഓരോ കാര്യങ്ങളും കൊണ്ടാണ് നടക്കുന്നത്. ഇവരെ കാണുമ്പം തന്നെ കൃഷ്ണന് വിഷമമാണ്. എന്തെല്ലാമാണ് ചോദിക്കാൻ വരുന്നതെന്നുള്ള കഷ്ടത്തിലാണ്. പക്ഷെ അസുരന്മാർക്ക് അതൊന്നുമില്ല. കൃഷ്ണന്മാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. ഇങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കും. പിച്ചി ചെയ്താൽ കൃഷ്ണന് സംഭവിക്കാനാണ് ഒരു യുക്കുമില്ല. അപ്പം എപ്പോഴും സമ്പർക്കത്തിലാണ്. അതുകൊണ്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കുന്നതിനാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റി തന്നെ ചിന്തയ. നല്ല ചിന്തയോ മോശം ചിന്തയോ എന്നുള്ള അർത്ഥമൊന്നുമില്ല. എപ്പോഴും ഈ 3 ജന്മത്തിലും ഇദ്ദേഹം ഭഗവാനെ തന്നെ അങ്ങനെ ശരിയാക്കണം എന്നുള്ള ചിന്തയെ കൊണ്ട് നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സായുജ്യം നേടിയത്. ഏകഛത്രാധിപതിയായ യുധിഷ്ഠിരൻ സജസിലുള്ള യജമാനന്മാർക്ക് വലിയ യാചകന്മാർക്ക് വലിയ ദക്ഷിണയെ കൊടുത്തു. അപ്പം അവിടെ മറ്റേ ലോകത്തിലല്ല, മറ്റേ ലോകത്തിൽ യാദവ പുതിയൊരു വംശമുണ്ടാക്കി. ഇത് ഇപ്പുറത്തെ ചൂതുകളി ലോകത്തിലാണ്, ഒരു ചെറിയ ദേശത്ത് ഇത്. അപ്പം അവിടെ എല്ലുന്നുണ്ട് യാചകന്മാർ, ദാരിദ്ര്യവാസികളെല്ലാം ഉണ്ട്. അവർക്ക് കുറേ ദക്ഷിണകൾ കൊടുത്തു. പാവപ്പെട്ട ജനങ്ങൾക്ക് ഉദ്ധരിച്ചു എന്നതിനെ കൊണ്ട് അർത്ഥമാക്കണം. എന്നിട്ട് യാഗം അതോടുകൂടി തീർന്നു. അദ്ദേഹം എന്ത് ചെയ്ത് എല്ലാവരെയും നല്ലപോലെ ആരാധിച്ച്, ആ ജനങ്ങളെ മുഴുവൻ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മുഴുവൻ എന്തായി കാണുന്നു? ശ്രീകൃഷ്ണനായിട്ട്, ശ്രീഹരിയായിട്ട് കാണുന്നു. കാരണം എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ടാണ് ഭരിക്കുന്നത്, ഭേദഭാവമില്ലാതെ. എന്നിട്ട് സ്നാനവും ചെയ്തു. അപ്പം
യാചകരായ ആൾക്കാർക്ക്, ഏറ്റവും താഴെയുള്ള ആൾക്കാർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് സുഭിക്ഷതയാക്കിയതിൻ്റെ ശേഷം അദ്ദേഹം കുളിയും കഴിച്ചു. അതാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ലോകം. അതെല്ലാം ശരിയായ അർത്ഥത്തിലൊന്ന് ചിന്തിച്ചു നോക്കും. യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം നടത്തിയ ശേഷം ബന്ധുജനങ്ങളുടെ ആഗ്രഹപ്രകാരം കൃഷ്ണൻ ഏതാനും മാസം അവിടെ ചെലവഴിച്ചു. അതിനുശേഷം കൃഷ്ണൻ കുറച്ചു കാലം അവിടെ ചെലവഴിച്ചു. അപ്പം കൃഷ്ണൻ മേൽനോട്ടത്തിലാണ് ചില ദേശത്തിൽ. അപ്പം അപ്പുറം യാദവ വംശം ഉണ്ടാക്കിയതിൻ്റെ ശേഷം, ലോകം രണ്ടായി തിരിഞ്ഞതിൻ്റെ ശേഷം ഒരു ഭാഗത്ത് യാദവ വംശം ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഇപ്പുറത്ത് ചൂതുകളിയുടെ ദേശത്തിൽ തനിക്ക് സമാനമായി പ്രവർത്തിക്കുന്ന യുധിഷ്ഠിരൻ്റെ ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ സഹായിച്ചു കൃഷ്ണൻ, ഒരു മാതൃകയായിട്ട്. അതിനുശേഷം തൻ്റെ വേർപാട് സഹിക്കാൻ കഴിയാതെ യുധിഷ്ഠിരനെ വിട്ടുകൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് എല്ലാ ഭാര്യയും മക്കളും എല്ലാം കൂടിയിട്ട് തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് തന്നെ ദ്വാരകയിലേക്ക് പോയി. വിഷ്ണുലോകവാസികളായ ജയവിജയന്മാരുടെ സനകാദികളിലുണ്ടായ ശാപത്തെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ അവിടെ ഒരു സനകാദികളുടെ ഒരു ശാപത്തെ പറ്റിയുള്ള വിഷ്ണു ജയവിജയന്മാരുടെ കഥ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചു. എന്നിട്ട് രാജസൂയ യജ്ഞത്തിന് ശേഷം സ്നാനം കഴിച്ച് ബ്രാഹ്മണർ ക്ഷത്രിയർ സഭയ്ക്ക് മുകളിൽ, ബ്രാഹ്മണരും ക്ഷത്രിയരും എല്ലാം അടങ്ങുന്ന ആ സഭയ്ക്ക് നടുവിൽ ദേവേന്ദ്രനെ പോലെ അദ്ദേഹം ശോഭിച്ചു. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരും ക്ഷത്രിയരും ധീരരായ വ്യക്തികളും. അവിടെ ഇടയിൽ യുധിഷ്ഠിരൻ ശോഭിച്ചു എന്ന് പറയാണ്. ബാക്കി എല്ലാവരും യാഗത്തെ പ്രശംസിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവരവരുടെ വീട്ടിലേക്ക് പോയി. ഇനി 53 യുധിഷ്ഠിരന്റെ സമ്പത്തിനെ കണ്ട് യാതൊരാൾക്ക് പൊറുത്തുകൂടാകാത്ത അവസ്ഥ വന്നുവോ. അപ്പൊ ഈ യുധിഷ്ഠിരന്റെ പ്രഭാവം കണ്ടപ്പോൾ ഒരാൾക്ക് മാത്രം പൊറുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവനും കുരുവംശത്തിൻ്റെ വ്യാധിയും, കുരുവംശത്തിൻ്റെ വ്യാധി രോഗമാണ്, രോഗവും കലിയുടെ അംശമാണ്. കലിയുടെ അംശവും അധർമ്മിഷ്ഠനുമായ ദുര്യോധനനൊഴിച്ച് ബാക്കി എല്ലാവരും പോയി. ദുര്യോധനൻ മാത്രം പോയില്ല, ബന്ധുവാണല്ലോ. അപ്പം ദുര്യോധന ഇതെല്ലാം കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു തൊലച്ച രാജ്യമാണ് കൊടുത്തത്. പക്ഷെ യുധിഷ്ഠിരൻ അവിടെ ഒരു സുന്ദരമായ മാളി കേട്ടപ്പോൾ ദുര്യോധനന് സഹിച്ചില്ല. അപ്പം അവിടെ പറഞ്ഞ് നിർത്തുകയാണ്. അപ്പം വേറൊരു എതിർപ്പ് കയറി വരികയാണ്. എന്നിട്ടാണ് പിന്നെ ചൂതുകളിയിലെല്ലാം തോൽപ്പിച്ചിട്ട് ഒരു സൂചി പോലും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് യോജിപ്പിക്കുന്നത്. നമ്മളും ഈ ചൂതുകളി രാഷ്ട്രങ്ങളിൽ, ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഭാഗം ചൂതുകളിയുടെയാണ്. ആ ചൂതുകളി രാഷ്ട്രങ്ങളിൽ ചില രാഷ്ട്രങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പ്രയത്നിച്ചുണ്ടാക്കുമ്പോൾ മറ്റുള്ളവർക്ക് സഹിക്കില്ല, ദുര്യോധനാദികൾക്ക് സഹിക്കില്ല. അവിടെ എന്ത് ചെയ്യും? കള്ളച്ചൂതുകളിലൂടെ പൊളിച്ചു കൈമ കൊടുക്കും. അത് നമ്മൾ കാണുന്നതാണ്. പിന്നെ എപ്പോഴാണ് ഇതിൻ്റെ അകത്ത് മോക്ഷം വരുന്നത്? എപ്പോഴാണ് വരുന്നത്? മഹാഭാരത യുദ്ധത്തിൽ, 3-ാം ലോക മഹായുദ്ധത്തിൽ. അതിനെപ്പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം എല്ലാം ആരാണ് തീരുമാനിച്ചിരിക്കുന്നത്? കാലമാണ്. അങ്ങനെ ലോകം പോകും. ഇങ്ങനെയെല്ലാം തന്നെയാണ് ലോകം പോകാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിൽ. കാലം അങ്ങനെ തന്നെയാണ് പോവുക. അവസാനം മഹാഭാരത യുദ്ധം, 3-ാം ലോക മഹായുദ്ധം. അതിനുശേഷമാണ് കൃഷ്ണൻ വിഭാവനം ചെയ്ത ലോകം ഉണ്ടാകാൻ പോകുന്നത്. യാദരാജ് ശിശുപാലൻ്റെ വധം തുടങ്ങിയ ഈ കഥകളെല്ലാം കേൾക്കുകയും കാണുകയെല്ലാം ചെയ്യുന്നു.
അവർക്കെന്ത് പറ്റും? അവരുടെ സർവ്വ പാപങ്ങളും ഇല്ലാതായിട്ട് സുഖം ഭവിക്കും. ഇനി അടുത്ത അധ്യായം.